ടു ആദർസ് ഒഫീഷ്യൽ. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്താ വെച്ചാൽ നമുക്ക് ഹെയർ പ്രിപ്പറേഷൻ പ്ലസ് ഹെയർ മൂസ് എങ്ങനെ യൂസ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്കൊന്ന് ഹെയറിൽ ഷാമ്പു വാഷ് ചെയ്യാം. നെക്സ്റ്റ് നമുക്കൊരു 60-70% ഹെയർ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഹീറ്റ് പ്രൊട്ടക്ഷൻ അടിച്ചു കൊടുക്കാം. ഞാൻ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ എടുത്തിരിക്കുന്നത് സ്റ്റീക്സിൻ്റെതാണ്. നമുക്ക് ജസ്റ്റ് അതൊന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഹെയറിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്കൊന്ന് ഹെയറിനൊന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് എന്താ വെച്ചാൽ നമുക്ക് മൂസ് എന്തിനാ അപ്ലൈ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. മൂസ് വന്നിട്ട് 3 റീസൺസ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഫ്രിസിയൊക്കെ ഒന്ന് കൺട്രോൾ ആവും. നമുക്ക് കുറച്ച് ഫ്രണ്ടിലൊക്കെ ഒന്ന് ഹെയർ ഇല്ലാത്ത ആൾക്കാർക്ക്, ജസ്റ്റ് ഒന്ന് മുടി കുറവായിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഈ മൂസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ കുറച്ചും കൂടെ ഒന്ന് ക്ലിപ്പ് കിട്ടും. പിന്നെ മുടി ഒന്ന് ഹോൾഡ് ആവും, നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഫ്രിസിയൊക്കെ ഇങ്ങനെ കുഞ്ഞു അങ്ങനെ നിൽക്കുന്ന ഇതൊക്കെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൂസ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ ബെറിന പ്രൊഫഷണലിൻ്റെ മൂസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് അതൊന്ന് മൂസ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ കയ്യിലാണ് എടുക്കുന്നത് ഇപ്പോൾ. ഓക്കെ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കയ്യിലും എടുത്തിട്ടുള്ളൂ. നമുക്കിതൊന്ന് തലയിൽ മുടിയിൽ കുറച്ചൊന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. നമുക്ക് റൂട്ടിൻ്റെ ഭാഗത്ത് അങ്ങനെ കൊണ്ടാലും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ഒന്ന് അപ്ലൈ ചെയ്യുക ഹെയർ മൊത്തം. കുറച്ചൊന്ന് ഒന്നെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, നമ്മൾ സെക്ഷൻ എടുത്തിട്ടുണ്ടാവും. ആ സെക്ഷൻ എങ്ങനെ അപ്ലൈ ചെയ്യണം, നെക്സ്റ്റ് നമ്മൾ ഹോൾഡിംഗ് സ്പ്രേ, ഷൈനിങ് സ്പ്രേ എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സെക്ഷൻ എടുത്ത ഭാഗത്ത് മാത്രം, അല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ജസ്റ്റ് ഒന്ന് മുടിയിൽ ഇങ്ങനെ വെച്ചിട്ട് കോംബ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ബ്ലോ ഡ്രൈ യൂസ് ചെയ്യാം. ബ്ലോ ഡ്രൈ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അതിലേക്ക് സ്റ്റീക്സിൻ്റെ വേറെ എന്തെങ്കിലും ഏത് ബ്രാൻഡായാലും ഇഷ്യൂല്ല, പക്ഷേ നമ്മൾ ഹീറ്റ് പ്രൊട്ടക്ഷൻ കമ്പൽസറി ആയിട്ട് നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലേക്ക് മൂസ് യൂസ് ചെയ്യുക. മൂസ് യൂസ് ചെയ്തിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മൂസ് യൂസ് ചെയ്യുമ്പം മുടിയിൽ ഹെയർ കുറച്ച് നനവുണ്ടാവും. അപ്പം നനവുണ്ടാവുന്ന സമയത്ത് നമ്മളൊന്ന് ബ്ലോ ഡ്രൈ ചെയ്ത് കൊടുക്കുക. ബ്ലോ ഡ്രൈ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റൈൽ ചെയ്താൽ കുറച്ചും കൂടി ഇപ്പം നിങ്ങൾ സ്റ്റൈൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.